ലൈഫ് മിഷൻ പദ്ധതിയിൽ സ്വപ്ന സുരേഷിനെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ ഭരണകാലത്തെ അഴിമതിയുടെ സ്മാരകമാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത്. പൊതുജനങ്ങളുടെ നികുതിപ്പണം ദൂർത്തടിച്ചതിൻ്റെ ദൃഷ്ടാന്തം. എന്നാൽ അതങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പുതിയ UDF സർക്കാരിനാകില്ല. അതുകൊണ്ട് എല്ലാം പൊക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ വിജിലൻസ് ചോദ്യം ചെയ്തിരിക്കുന്നു. പിണറായി വിജയൻ്റെ മകൻ്റെ പേര് കൂടി പരാമർശിക്കപ്പെട്ട ഈ കേസിൽ എല്ലാം അറിയുന്ന സ്വപ്ന സുരേഷ് അത് തുറന്നു പറയാനായി വിജിലൻസിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ 1 മണിക്കൂറിലേറെയാണ് നീണ്ടുനിന്നത്. കേസന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിയതാണ് എന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കിയെങ്കിലും രമേശ് ചെന്നിത്തലയുടെ വിജിലൻസ് പിണറായിക്ക് താരാട്ട് പാടാൻ നിൽക്കില്ല. അതിനല്ല സ്വപ്ന സുരേഷിനെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് പറയേണ്ടതെല്ലാം സ്വപ്ന പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ലൈഫ് മിഷൻ കോഴക്കേസിലെ 2ാം പ്രതിയാണ് സ്വപ്ന സുരേഷ്. ലൈഫ് മിഷൻ അഴിമതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വിജിലൻസ്. അതിൻ്റെ ഭാഗമായാണ് പ്രതികളെ ഒന്നുകൂടി വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഭവനരഹിതരായ 140 സാധാരണ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായൊരു പാർപ്പിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം ഇപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടരുകയാണ്. അത് പിണറായി വിജയൻ ഭരണത്തിലെ അഴിമതിയുടെ വ്യാപ്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക വിവാദങ്ങളിലൊന്നായി മാറിയ ഈ ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് സ്ഥിരമായ വീട് വാഗ്ദാനം ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നത് അഴിമതി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. അതിൽ സ്വപ്ന സുരേഷ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത് കാട് കയറിയും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും നശിച്ചു കിടക്കുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയം ഇന്ന് ഭരണപരമായ പരാജയത്തിൻ്റെയും അഴിമതി ആരോപണങ്ങളുടെയും ഒരു തുറന്ന സ്മാരകമായി അവിടെ തന്നെ നിലകൊള്ളുകയാണ്, ആർക്കും ഉപകാരമില്ലാതെ. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു നമുക്കറിയാം 2018-ലുണ്ടായ മഹാപ്രളയം. അതിൽ വീട് നഷ്ടപ്പെട്ട, സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഒരു പുനരധിവാസം, താമസം അതുറപ്പാക്കാനാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. UAE-ലെ റെഡ് ക്രസൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടെയായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. ഇത് പ്രകാരം 4 അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളുടെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരുന്നു. പക്ഷേ അത്യാവശ്യ ഘടകങ്ങളായ വൈദ്യുതി അടക്കമുള്ള, കുടിവെള്ള വിതരണം അടക്കമുള്ളവ ഒന്നും നടക്കാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തൊട്ടു മുൻപ് ഈ പദ്ധതി വൻ അഴിമതിയിൽ മുങ്ങുകയായിരുന്നു. പിണറായി വിജയൻ്റെ മകൻ വിവേക് വിജയനും ഇതിൽ പ്രതിയാണെന്നും വിവേകിന് ED നോട്ടീസ് അയച്ചിരുന്നു എന്നൊക്കെ വാർത്തയുണ്ടായതു നമ്മൾ കേട്ടു. പക്ഷേ പ്രമുഖരെല്ലാം തടിതപ്പി. എല്ലാം അഴിമതിയിൽ തകർന്ന് തരിപ്പണമായി. പക്ഷേ പുതിയ സർക്കാർ വന്ന് കള്ളന്മാരെയെല്ലാം അകത്താക്കുമ്പോൾ ലൈഫ് മിഷന് വീണ്ടും ജീവൻ വെക്കുമോ എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കുറേ പാവങ്ങൾ. ഏതായാലും സ്വപ്ന സുരേഷിന് ഇതിലെ പല രഹസ്യങ്ങളും അറിയാം. ഇതിനു മുൻപ് പറഞ്ഞതെല്ലാം പിണറായിയുടെ ആളുകൾ പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ പറഞ്ഞതെങ്കിലും കള്ളന്മാരെ പിടിക്കാനുള്ളതാകും എന്ന് നമുക്ക് വിശ്വസിക്കാം.